ആലപ്പുഴ ലജനത്ത് വാർഡിലുള്ള അനീഷ് മുഹമ്മദ് സുർമി ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ലെന്നാണ് പരാതി. വാർത്തയായതോടെ ആരോഗ്യമന്ത്രി അന്വേഷണത്തിനായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകളിലെ CT സ്കാൻ മെഷീൻ സീൽ ചെയ്തു. എന്നാൽ ഡോക്ടർമാർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പരാതി കൊടുക്കാനുള്ളത് കൊടുത്ത് ഈ ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും ഒരു തീരുമാനം ഇതുവരെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇനിയൊരു പരാതി കൊടുക്കുന്നത്? സൗജന്യ ചികിത്സയാണെങ്കിലും വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന പരിഭവമുണ്ട് കുടുംബത്തിന്. ജില്ലാ മെഡിക്കൽ ഓഫീസർ മുതൽ ആരോഗ്യമന്ത്രി വരെയുള്ള ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ആലപ്പുഴ DMAയുടെ ഓഫീസിൽ നിന്നോ ആലപ്പുഴ വണ്ടാനം സൂപ്രണ്ടിൽ നിന്നോ WMCയിലെ സൂപ്രണ്ടിൽ നിന്നോ ഇതുവരെ ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. MRIയുടെ റിസൾട്ടിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് പ്രശ്നമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്കോടതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന്റെ ഹാർട്ടിന് പ്രശ്നമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കടപ്പുറം ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാനാണ് തീരുമാനം. ഇനിയും ആരോഗ്യമന്ത്രിയും ഇവിടുത്തെ DMOയും ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി മുന്നോട്ട് പോകും. കാര്യം എനിക്ക് വേറെ നിവൃത്തിയില്ല. ചികിത്സാ പിഴവിലെ പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് നിലവിൽ പൂർണ്ണ തൃപ്തിയാണുള്ളത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.